നമസ്കാരമുണ്ട് എല്ലാവരോടും. പിന്നെ ഹാപ്പി ആയിട്ടിരിക്കണം. ഇപ്പോൾ പുറത്ത് പോയിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ചെയ്യുന്ന തൊഴിൽ ഡയറക്റ്റ് മാർക്കറ്റിങ്ങാണ്. പിന്നെ ഇതിലെല്ലാതും ഈ പലചരക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. പെനോയിൽ അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെയും വേറെയും കുറേ സാധനങ്ങളുണ്ട്. അപ്പം അതൊക്കെയാണ് മാർക്കറ്റിങ്. വെറുതെ ഇരിക്കണ്ടല്ലോ, അപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ വിൽക്കും. അങ്ങനെയാണ്. നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കുക. അപ്പോൾ മാർക്കറ്റാകുമ്പോൾ ആൾക്കാരൊക്കെ പുതിയ ആൾക്കാരൊക്കെ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് ഇതുകൊണ്ടൊരു മാർഗം, ഒരു ഗുണം കാണുന്നത്. നമുക്ക് അസുഖങ്ങൾ വരില്ല. അപ്പോൾ അതാണ് ഈ മാർക്കറ്റിനോട് കൂടുതൽ താല്പര്യമുള്ളത്. എൻ്റെ വീട് വരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഇപ്പോൾ താമസിക്കുന്നത് തലക്കോട്ടുകര മണലി എന്ന് പറയും. അവിടെയാണ് തൃശ്ശൂർ ജില്ലയിൽ. തൃശ്ശൂർ ജില്ലയിലാണ് വീട്. അപ്പം അങ്ങനെ ഇപ്പം സുഖമായിരിക്കണം. അപ്പോൾ അതാണിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഈ ആർക്കെങ്കിലും ഈ മാർക്കറ്റിംഗ് ചെയ്യണമെന്നുള്ളവരുടെ വെച്ചെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ കുറേ കാലമായിട്ട് 2009 തൊട്ട് തുടങ്ങിക്കണേ മാർക്കറ്റിങ്. 2008, 2009 ഒക്കെയാണ് ഈ മാർക്കറ്റിങ്ങിലേക്ക് വന്നത്. ഈ മാർക്കറ്റിങ്ങിലേക്ക് വന്നത് ഗുണം വെച്ചാൽ നമുക്ക് കുറേ അസുഖങ്ങൾ ഇല്ലാതിരിക്കും. നമ്മൾ പലവരും കണ്ട് പല ഭാഗത്തും കുറേ നടന്ന് പിടിച്ചിട്ടൊക്കെ വണ്ടിമേലും പോവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതാണ് കൂടുതലും മാർക്കറ്റിങ്ങിലേക്ക് വരാൻ കാരണം, അസുഖങ്ങൾ വരാതിരിക്കാൻ. അപ്പം നമ്മൾ കൂടെ നടക്കുമല്ലോ, നമ്മൾ ശരീരമൊക്കെ നന്നായി ഇളകും. അപ്പോൾ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ബ്ലഡ് എൻ്റെ അടുത്തേക്ക് എത്തുമല്ലോ. അപ്പോൾ നമുക്ക് അസുഖങ്ങളൊക്കെ കുറവ് വരുള്ളൂ. അതാണ്. അപ്പം പിന്നെ വെച്ചാൽ ഈ CSCM എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. അപ്പം അതിൻ്റെ ഇപ്പോൾ ഒരുവിധമുള്ളിടത്തൊക്കെ അതിൻ്റെ കടകളുണ്ട്. ഇപ്പോൾ ചാവക്കാടുണ്ട്, കുന്നോളത്തുണ്ട്, തൃശ്ശൂരുണ്ട്. അങ്ങനെ ജില്ലയിൽ ഒരുവിധമുള്ള ജില്ലകളൊക്കെ കേരളത്തിലൊക്കെ ഇതിൻ്റെ കടകളുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ജീവിക്കാനുള്ള മാർഗം അതിൽ നിന്ന് കിട്ടും. അതാണ് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ഗുണം. അപ്പോൾ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എൻ്റെ നമ്പർ ഇതിലുണ്ട്. അപ്പോൾ വിളിച്ചാൽ അതിൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ജോലി ഉണ്ടെങ്കിൽ സൈഡായിട്ട് ചെയ്യുക. ആർക്ക് വേണമെങ്കിലും ചെയ്യാം സൈഡായിട്ട്. ഒരു മനസ്സ് വേണം നമുക്ക്. ചെയ്യണം എന്നുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അതാണ് ഇതിൽ പ്രത്യേകത ആകെ വേണ്ടിയത്. അല്ലാണ്ട് നമ്മൾ മനസ്സില്ലാണ്ട് നമുക്ക് ഒന്നും നടക്കില്ല. മനസ്സാണ് നമ്മളെ കൊണ്ട് എല്ലതും ചെയ്യിക്കുന്നത്. പിന്നെ നമുക്കൊരു സ്വപ്നം വേണം, ഒരു ഡ്രീം വേണം നമുക്ക്. സ്വപ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ വെച്ചാൽ സാധനങ്ങളൊക്കെ വിലയൊക്കെ കൂടി വരിക. ഒരു കിലോ മീൻ കിട്ടണമെങ്കിൽ എത്ര കൊടുക്കണം, അതുപോലെ സാധനങ്ങളൊക്കെ വില കൂടി വരിക. അപ്പോൾ നമുക്ക് ഒരു ടീം വർക്കായിട്ട് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഉണ്ടാവും. ഗവൺമെൻറ്റിന് അതിൻ്റെ ടാക്സ് കിട്ടും. നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ ബില്ലടച്ചിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടും.
അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കും കൂടാണ്, ഗവൺമെൻറ്റിനും കൂടാണ്. അപ്പോൾ അങ്ങനത്തെ ബിസിനസ്സാണ് ഈ ഡയറക്റ്റ് സെല്ലിങ്. ഡയറക്റ്റ് സെല്ലിങ് എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരില്ലാതെ ചെയ്യുന്ന ബിസിനസ്സാണ്. ഇടനിലക്കാരെ മാറ്റി നിർത്തിയിട്ട് ആ ഇടനിലക്കാർക്ക് കൊടുക്കുന്ന വരുമാനമാണ് നമുക്ക് തരുന്നത്. ശമ്പളമല്ല, കമ്മീഷൻ രൂപത്തിൽ ആണ് കിട്ടുക. ഇപ്പോൾ ഒരു പെനോയിൽ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെനോയിലിൻ്റെ വില വരുന്നത് 30 ഉറുപ്പ്യാണ് വെച്ചെങ്കിൽ നമുക്ക് കിട്ടുന്ന 30 ഉറുപ്പ്യാണ് വെച്ചെങ്കിൽ 45 ഉറുപ്പ്യക്ക് വിൽക്കുക. അപ്പോൾ 15 ഉറുപ്പ്യയിൽ നമുക്ക് ലാഭം കിട്ടും. അപ്പോൾ ഒരു 15 എത്ര വെച്ചാൽ വിൽക്കാൻ പറ്റുമെങ്കിൽ അത്ര പൈസ നമുക്ക് കിട്ടും. അപ്പോൾ പലതുണ്ട് അതിൽ. എല്ലാ വീട്ടിൽ ഉപയോഗിക്കണ ഒക്കെ ഫുഡ് ഐറ്റംസിലൊക്കെ ഉണ്ട് അതിൽ. അതിൻ്റെ ലാഭമൊക്കെ കിട്ടും. നമ്മൾ എത്രയും കൂടുതൽ വിൽക്കണ അത്രയും ലാഭം കിട്ടും നമുക്ക്. അപ്പോൾ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ, പണിയെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പം അതാണ്. പിന്നെ ഇതിൻ്റെ CSMൻ്റെ ഓഫീസ് വരുന്നത് പാലാരിവട്ടത്തുണ്ട്. പാലാരിവട്ടത്ത് വലിയൊരു ഓഫീസൊക്കെ ഇതിൻ്റെ ഉണ്ട്. പലരും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എൻ്റെ നമ്പർ 8075519528 നമ്പർ. വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരി. അപ്പോൾ വിളിച്ചാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഓക്കെ.